ഇന്ന് നമ്മളൊരു പയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ഒരു അടിപൊളി പയർ മെഴുക്കുവരട്ടി ഉച്ചത്തൂണിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ സവാള, ചെറിയുള്ളി അങ്ങനെയൊന്നുമില്ല, വെറും പയർ മാത്രം ആണ് ഇടുന്നത്. നല്ല ഒരു ഇതാണ് മെഴുക്കുവരട്ടി. പയർ വെള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിൽ. ചിലർ ഉള്ളിയൊക്കെ വാരി ഇടും, ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല ഒരു മെഴുക്കുവരട്ടിയാണ്. ഇതാവുമ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഒരു മെഴുക്കുവരട്ടി. കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുതായിട്ടിട്ട് കൊടുക്കും, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഞാൻ എല്ലാത്തിനും ഇത്തിരി കുരുമുളക് പൊടി ഇടും. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു മുളകും ഇടും. കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു വറ്റൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് പയറിട്ടത്. പയറിട്ടതിന് ശേഷമാണ്, പയറൊന്നായി വന്നതിന് ശേഷമാണ് മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളക് പൊടി. നല്ലൊരു മെഴുക്കുവരട്ടി. നാടൻ പയറാണ്. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും മെഴുക്കുവരട്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് കരിവേപ്പില ഇട്ടെടുക്കും. ഇടയ്ക്ക് ഞാനൊരു കരിവേപ്പില ഇടും. കരിവേപ്പിലയൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മളെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. നല്ല ഒരു സാധനമാണ്. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഇത് കാണണം, ലൈക്ക് ചെയ്യണം. കാണാതെ പോകരുത്, കണ്ടിട്ട് വെറുതെ പോകരുത്. ലൈക്ക് അടിച്ചിട്ട് പോകണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ അടിപൊളി മെഴുക്കുവരട്ടിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർ സവാളയൊക്കെ അരിഞ്ഞിടും. ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ലതല്ലേ പയർ. ഇട്ടില്ലെങ്കിലും കൊള്ളാം. എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം.